ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇന്ന് ഞാൻ അടുത്തൊരു വീക്കെൻഡ് ഡേ എങ്ങനെയായിരുന്നു എന്നൊരു ഡോക്യുമെൻറ്റേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരു വീക്കെൻഡൊക്കെ എല്ലാവരുടെയും ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീക്കെൻഡൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഐ എം ക്യൂരിയസ് ടു നോ, എങ്ങനെയാണ് നിങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വീക്കെൻഡ്? വാട്ട്സ് യുവർ പ്രിഫറൻസസ്? ഒരു ഫുൾ റെസ്റ്റ് മോഡാണോ, അതോ വർക്ക് ഡേയ്സ് ഈസി ആക്കാൻ വീക്കെൻഡ്സ് എക്സ്ട്രാ പ്രൊഡക്റ്റീവ് ആൻഡ് പ്രൊആക്റ്റീവായി കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യാറ്? മൈൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. പക്ഷേ ചില സമയം റെസ്റ്റ് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ നോ നോ. എന്തെങ്കിലും ഒരറ്റത്ത് നിന്നൊരു പണി തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല. മിരാന്ന് നടന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടും. എന്നിട്ടോ ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ ദേഷ്യമാകും. എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ, ഒന്നും നടന്നില്ല, വീക്കെൻഡായിട്ട് വെറുതെ ഇരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അപ്സെറ്റാകും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ആക്ച്വലി ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് മൂഡ് ഗെറ്റ് സെറ്റ് ഇൻ ദ മോർണിംഗ്. ഇപ്പോൾ ഒക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറ്റർഡേ കുറച്ച് ലോങ് പ്രൊഡക്റ്റീവ് ഡേ ആക്കും. എന്നിട്ട് സൺഡേ ഒരു ഷട്ട് ഡൗണിലേക്ക് പോകാൻ നോക്കും. എന്ന് പറഞ്ഞാൽ തീർത്തും ഒന്നും ചെയ്യില്ല എന്നല്ല, ബട്ട് ടേക്ക് തിങ്സ് സ്ലോലി. ഇടയ്ക്ക് സൺഡേസാണ് ഫ്രൂട്ട് ഡയറ്റ് എടുക്കാറ്. ഞാനത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ബാക്ക് ടു ദ ഡേ. രാവിലെ ഞാനാണിന്ന് ആദ്യം എണീറ്റ്. തലേന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജീരകവും ഉലുവയും കുതിരായിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മൂത്തി അടിക്കാൻ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ സോക്ക് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്കും ഒക്കെ കൊണ്ട് സോഫയിൽ വന്നിരുന്ന് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കില്ലേ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതും വായിച്ച് ഏകദേശം അതിപ്പോൾ തീരാറായിട്ടുണ്ട്. അതും എടുത്തൊരു 10-20 മിനിറ്റ് അങ്ങനെ ഇരിക്കും. ഒരു 95% ഇതാണ് വീക്കെൻഡിൽ ആദ്യത്തെ കുറച്ച് സമയം ചെയ്യുന്ന കാര്യം. നോർമൽ ഡേയ്സിലും ഓഫീസിൽ പോകാത്ത ദിവസമില്ലേ, ഇത് തന്നെയാണ് റൊട്ടീൻ. അതൊക്കെ അങ്ങനെ കഴിയുമ്പോൾ ആ ദിവസത്തെ പറ്റിയൊരു ബ്ലൂ പ്രിൻറ്റ് അവിടെ തന്നെ ഇരുന്ന് മനസ്സിലുണ്ടാക്കും. ഒരുപാട് കാര്യം ചെയ്യാണ്ടെന്ന് തോന്നുന്ന ദിവസമാണെങ്കിൽ, ഓവർവെൽമിംഗ് ആയി തോന്നാറുണ്ടെങ്കിൽ, ഐ യൂസ് ടു നോട്ട് ഇറ്റ് ഡൗൺ. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് ഇതിലേതാണ്, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ സാരമില്ല എന്നുള്ളത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഞാൻ അവിടെ ഇരുന്നൊന്ന് വിശകലനം ചെയ്യും. എന്നിട്ടൊരു പ്രധാന കാര്യമുണ്ട്, എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയും, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാകാശം ഇടിഞ്ഞ് വീഴാനില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല. ടേക്ക് ഇറ്റ് ഈസി. വെറുതെ മൂഡ് ഓഫ് ആകാൻ നിൽക്കേണ്ട. ചില സമയങ്ങളിൽ എൻ്റെ ബ്രെയിൻ ഞാൻ പറയുന്നത് കേൾക്കും, മറ്റേ ചിലപ്പോൾ കൺട്രോൾ കയ്യിൽ നിന്ന് പോകും. പിന്നെ ജസ്റ്റ് അന്ന് രാവിലെ അല്ല കേട്ടോ പ്ലാൻ സെറ്റാകുന്നത്. ചിലപ്പോൾ തലേയാഴ്ച തന്നെ നെക്സ്റ്റ് വീക്കെൻഡ് എന്താണെന്നുള്ളത് 2 പേരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. തലേന്ന് തന്നെ ഒരു പ്ലാൻ സെറ്റാക്കും മിക്കവാറും. ഇന്നത്തെ പ്ലാനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് ഷോപ്പിംഗ്, ഗ്രോസറീസ്, ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. സോ കുറച്ച് സൗന്ദര്യം വെപ്പിക്കൽ പരിപാടികളുണ്ട്. അങ്ങനെ ഒരു മോശമില്ലാത്ത നീണ്ട ലിസ്റ്റ് ഉണ്ട് കയ്യിൽ. സെപ്റ്റോയിൽ മല്ലിയില, പുതിനയില, 2 പാക്കറ്റ് പാല്, ചെറുനാരങ്ങയൊക്കെ ഓർഡർ ചെയ്ത് ഡെലിവറി കിട്ടി. തലേന്ന് ബാങ്കിൽ പോയപ്പോൾ അതിൻ്റെ അടുത്താണ് ലിഷ്യസ് എന്ന് പറയുന്ന ഷോപ്പ്. ഇവിടെ നമ്മൾ മിക്കവാറും മീനും ചിക്കനും ഒക്കെ വീക്കെൻഡിൽ പോയിട്ട് മേടിക്കുന്നത് ഇവിടെ നിന്നാണ്, ലുലു പോകാത്ത സമയത്ത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് രാത്രി എയർ ഫ്രൈ ചെയ്യാൻ മാരിനേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മല്ലിയിലയൊക്കെ. ഈ പാലിൻ്റെ കവർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറത്ത് മിക്കവാറും മണ്ണായിരിക്കും. മുട്ടയും അങ്ങനെയാണ്. അപ്പോൾ ഞാനിതൊക്കെ പുറമേ ഒന്ന് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കാറാണ്. പാല് ഫ്രിഡ്ജിൽ വെച്ച് കൈയോടെ ആ ചിക്കനും മീനും എടുത്ത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പണിക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. കിളിമി പുയ്യാപ്ല അതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഇവനെ പൊരിച്ച് ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിക്കണം. മീൻ കഴുകി സൈഡാക്കി വെച്ചിട്ട് മസാല റെഡിയാക്കണമല്ലോ. അപ്പോൾ എന്തായാലും കൈ കഴുകണം. എന്നാൽ പിന്നെ ആ കൈ കഴുകിയ കൂട്ടത്തിൽ ചിക്കന് വേണ്ട മസാല കൂടെ ആക്കി വെച്ചിട്ട് മീനിലും പുരട്ടി ചിക്കനും ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം, അങ്ങനത്തെ പ്ലാനിൽ. ഈ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നതിലും മെനക്കേടാണ്. ഈ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കേണ്ടി വന്നാൽ 100 തവണ കൈ ഇങ്ങനെ സോപ്പിട്ടൊക്കെ കഴുകി തുടച്ചെടുക്കൽ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങുമ്പോൾ പൊതുവേ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് വിഷ്ണുവിനെ വിളിക്കാറുണ്ടാണ് മസാല ഒക്കെ എടുത്തു തരാൻ. പക്ഷേ പുള്ളി രാവിലെ തന്നെ ഗ്രൂമിങ് കുളിയും ഒക്കെ ആയി തിരക്കിലായിരുന്നു. സോ ഐ മാനേജ്ഡ് ഇറ്റ് അലോൺ. പിന്നെ ഞാൻ ഈ മസാല ബോക്സിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ചുകൊണ്ട് എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, മറ്റേ കൈ നനഞ്ഞിരിക്കുക. അപ്പോൾ അത് തുടയ്ക്കാനൊരു മടി.
പിന്നെ നനഞ്ഞ കൈ കൊണ്ടെടുത്താൽ ഈ സാധനങ്ങളൊക്കെ പൂത്തു പോയില്ലേ. നിങ്ങൾ കണ്ട പോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാനൊരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ഒരു 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കയ്യിലുള്ള ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം ഇതൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ഗ്രീക്ക് യോഗട്ട് ചേർക്കാറുണ്ട് കൂടെ, നാരങ്ങാനീര്. പക്ഷേ ഇന്ന് നാരങ്ങാനീര് ചേർത്തില്ല, ഏലക്കയാണെങ്കിൽ മറന്നും പോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടത് നന്നായി പേസ്റ്റാക്കി. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുക്കുന്നത്, ഒരു 1/2 kg. അതൊന്ന് സ്ലിറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് മസാല തേച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 3 ദിവസം അത് സുഖമായിരിക്കും. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കൊരു 3 പീസ് ഫിഷ് ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കി 2 ഒരു ബോക്സിൽ സ്ലിറ്റ്സ് ഒന്നും ഇടാതെ കേട്ടോ, മുഴുവനോടെ നല്ല മൂടി വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്താൽ ഫ്രഷായിട്ടിരിക്കാറുണ്ട്. എനിക്കൊരു വീക്ക് വരെ അത് ഇരിക്കാറുണ്ട്. ഫ്രൈഡേ ഒക്കെ ഞാനതെടുത്ത് ഫ്രഷായി ഡീഫ്രോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്, കഴിഞ്ഞ ആഴ്ച മേടിച്ചതൊക്കെ. ഇവിടെ പൊതുവേ നല്ല മീൻ കിട്ടാൻ കുറവാണ്, അതിൻ്റെ കൂടെ ഭയങ്കര പൈസയും. ഇപ്പോൾ ഇന്ന് ഈ കിളിമീൻ ഞാൻ മേടിച്ചത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോയ്ക്ക് എനിക്ക് 479 രൂപയ്ക്ക് കിട്ടി. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സിമ്പിൾ മാരിനേഷനാണ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾ, മുളക്, മല്ലി പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ അല്പം നാരങ്ങ നീരും ഉപ്പും. സാധാരണ ഈ മുളകൊക്കെ കയ്യിൽ പറ്റിയാൽ മിനിമം ഒരു 2-3 മണിക്കൂർ എനിക്ക് കൈ ഭയങ്കര പുകച്ചിലായിരിക്കും. സോ ഒരു ഗ്ലൗ വെച്ചാണ് മസാലയൊക്കെ തേക്കാറ്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യാൻ മീനക്കെട്ടില്ല, കൈ കൊണ്ട് തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ ഇതൊക്കെ പുരട്ടിക്കഴിഞ്ഞ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പും കൂടെ കയ്യിലെടുത്തിട്ട് നന്നായി തിരുമ്മി ഹാൻഡ് വാഷ് ചെയ്യും. അപ്പോൾ കയ്യിലെ മണവും പോകും, അധികം കൈ നീറാതിരിക്കുകയും ചെയ്യും. ഇന്ന് അങ്ങനെ ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഫിഷ് മസാലയൊക്കെ തേച്ച് ഞാൻ വേഗം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കൈയോടെ കിച്ചൺ ക്ലീൻ ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മൂത്തി ആണല്ലോ. ഈ സമയമായപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പായിരുന്നു. 7:30 എണീറ്റല്ലേ ഇന്ന്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും 9:30 ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ വിശക്കാതിരിക്കുമല്ലേ. വേഗം ബ്ലെൻഡർ എടുത്ത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി. ഓട്സും ആപ്പിളും നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് അത് സോക്ക് ചെയ്തതുമാണ് ഇതിലുള്ളത്. പിന്നെ പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, കാർബ്സ് എല്ലാം ഉണ്ട്. ആക്ച്വലി കലറി വൈസ് ഇത് കുറച്ച് കൂടുതലാണ്. മൈൻഡ്ഫുള്ളി കഴിച്ചാൽ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസിനും ഇത് ഒരുപോലെ ഉപകാരപ്പെടുന്നൊരു സൂപ്പർ ഫുഡാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ന്യൂട്രീഷ്യസുമാണ് ആൻഡ് ക്വൈറ്റ് ഈസി ടു മേക്ക്. കുളിച്ചിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അത്ര ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് പോയി കുളിച്ച് വന്ന് വേഗം റെഡിയായി. 9:30 ഇറങ്ങാനായിരുന്നു പ്ലാൻ എങ്കിൽ ഞങ്ങൾ 10:15 ആകാറായി ഏകദേശം ഇറങ്ങുമ്പോൾ. പൊതുവെ ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു സമയം പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യണമെന്നത് വളരെ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് ഇടയ്ക്ക് പണികളുടെ ഇടയ്ക്ക് സമയം നോക്കി കരുതിയതിൽ ലേറ്റായിട്ടാണ് പരിപാടികൾ പോകുന്നതെന്ന് കണ്ടപ്പോൾ 9:30 ഒരു 10 മണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അത് കുഴപ്പമില്ല, എന്തായാലും ആ ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ബാക്കി കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമെന്നും തോന്നി. സോ വി ഡിഡിൻ ഹറി. നമ്മൾ നേരെ വീടിനടുത്തുള്ളൊരു മോളിലേക്കാണ് പോകുന്നത്, M5 മോൾ. വിഷ്ണുവിന് നെക്സ്റ്റ് വീക്ക് എന്തൊക്കെയോ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സ് ഉണ്ട്. പഴയ ബ്ലേസേഴ്സ് കുറച്ചധികം കാലമായതാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അതുകൊണ്ട് പുതിയ 2 ബ്ലേസേഴ്സ് അല്ലെങ്കിൽ ഒരു സ്യൂട്ടൊക്കെ എടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ആദ്യത്തെ പ്ലാൻ. പിന്നെ ഗ്രോസറീസ് മേടിക്കണം. ഇവിടെ ലുലു ഹൈപ്പർ മാർട്ട് ഉണ്ട്. നമ്മളിങ്ങനെ ഈ ബേസ്മെൻറ്റിലേക്ക് പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ KL രജിസ്ട്രേഷനാണ് വണ്ടി, KL 58. അപ്പോൾ വിഷ്ണുവോട് ഞാൻ പറയാം, തലശ്ശേരി രജിസ്ട്രേഷൻ കണ്ടപ്പോഴേ അയാൾ കൈ നീട്ടി നിർത്തിയതാണ്. തലശ്ശേരിക്കാരല്ലേ, വല്ല ബോംബും ഉണ്ടോയെന്ന് നോക്കാനായിരിക്കും എൻ്റെ ചളു പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ഹാർഡ്ലി 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. എന്നാലും എനിക്ക് ചെന്ന ഉടനെ വാഷ്റൂമിൽ പോകണം, അത് നിർബന്ധമാണ്. ആ പോയി വരുന്ന വരവാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മൾ ആദ്യം ബ്ലേസേഴ്സ് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ റെയ്മൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ. അവിടെ കയറി ആദ്യം നമ്മൾ വിചാരിച്ചാണ്, വിഷ്ണു പറയുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് വലിയ ഉറപ്പില്ല. കാരണം വിഷ്ണുവിന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പ്രശ്നം വരാറുള്ളതാണ് ഈ കൈയുടെ നീളം കുറവായിരിക്കും, സ്ലീവ് ലെങ്ത്ത് കുറവായിരിക്കും, പിന്നെ മൊത്തത്തിലുള്ള ഒരു ഇറക്കം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു അഭംഗിയായിട്ടാണ് അത് കിടക്കാറ്. റെയ്മണ്ടിൽ കയറി സാധനം കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ എന്തായാലും 2 ഷോപ്പും കൂടെ ഉണ്ട് ഇവിടെ വേറെ, അതുകൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ആരോയിൽ വന്നു. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ വിഷ്ണുവിന് ഈ ബ്ലൂ ബ്ലാക്ക് അത് വിട്ടിട്ടൊരു കളിയില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല, ഇടുന്നവരുടെ സൗകര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ആരോയിൽ നിന്ന് ഇറങ്ങി അടുത്ത കട പാക്ക് അവന്യൂവിൽ കയറി, കിട്ടിയില്ല എന്നുറപ്പായി. പിന്നെ റെയ്മണ്ടിൻ്റെ വേറൊരു ഷോപ്പുണ്ട്, അവിടുത്തെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അത് ഈ മോളിലല്ല, കുറച്ച് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ താഴെക്കൂടെ ഒന്ന് കറങ്ങി വന്നിട്ട് വെയിറ്റ് ചെയ്യാം, വിഷ്ണു പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്തിട്ട് വാന്ന് പറഞ്ഞ് ഞാൻ വിഷ്ണുവിനെ പറഞ്ഞു വിട്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വെറുതെ കാഴ്ചയൊക്കെ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയ്മണ്ടിൻ്റെ വേറെ ഷോറൂമിലേക്ക് പോയി. രാവിലെ ഇപ്പോൾ ഒരു 11 മണി ആയായിരുന്നു. റോഡിൽ ഏകദേശം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ്, പക്ഷെ ചൂടുണ്ട്, പക്ഷേ എന്നാലും സുഖമുള്ളൊരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല ക്ലിയർ സ്കൈ. എനിക്ക് ആകാശം കാണൽ വലിയൊരു ഹോബിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഈവനിങ് ടെറസിൽ പോകും, സൺസെറ്റ് കാണും. കഴിഞ്ഞ മാസം വരെയൊക്കെ നല്ല സൺസെറ്റ് ആയിരുന്നില്ലേ, അതൊക്കെ ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ റെയ്മണ്ടിൻ്റെ ഷോപ്പിലെത്തി. നേരെ ഇവിടെ ടൈലർ ഇല്ലായിരുന്നു. ടൈലർ ഇനി 12:30 1 മണി എന്തോ ആകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മെറ്റീരിയൽസൊക്കെ വെറുതെ നോക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി മെറ്റീരിയൽ സെക്ഷനിൽ നിന്ന് മെറ്റീരിയലൊക്കെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂ ഓർ ബ്ലാക്ക്, ഇത് രണ്ടേ പറ്റുള്ളൂ. എൻ്റെ ക്യാമറ ട്രിക്ക് ഉണ്ടാ, ഈ ബ്ലൂ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ബ്ലൂ എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തോന്നുന്നില്ലേ, അതാണ് എൻ്റെ ട്രിക്ക്. എന്താണ്, എൻ്റെ ക്യാമറയിൽ അങ്ങനെയാണ് കളേഴ്സ് വന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആണ് ആ ബ്ലൂസ്. ഇത് ജെറ്റ് ബ്ലാക്ക് കളറാണ്. ജെറ്റ് ബ്ലാക്ക് കണ്ടപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കണ്ണ് അതിൽ ഉടക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വേറെ ബ്ലൂ, അതും ആണ് വിഷ്ണു. ആ രണ്ടെണ്ണമാണ് മനസ്സിൽ വിചാരിച്ചിട്ട് പോയേക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ടൈലർ വരുമ്പോൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് നമ്മൾ ലുലുവിലെ ഷോപ്പിംഗ് പകുതിയിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. ലുലു പോയില്ല ആക്ച്വലി. അപ്പോൾ ഇനി നേരെ വീണ്ടും തിരിച്ച് കറങ്ങി ലുലുവിൽ വന്നു. വേഗം ഷോപ്പിംഗ് നിർത്തി. ഏറ്റവും ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം മേടിച്ചിട്ട് വേറൊരു സാധനം എക്സ്ട്രാ മേടിച്ചിട്ടില്ല. അതെല്ലാം മേടിച്ചിട്ട് വന്നു. അരി ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ആദ്യം നമ്മുടെ പാലക്കാടൻ വടിമട്ട ഉണ്ടല്ലേ, ഡബിൾ ഹോസിൻ്റെ, അതായിരുന്നു മേടിക്കാറ്. പക്ഷേ അതിപ്പോൾ ഭയങ്കര പൈസയായി. പിന്നെ ഇവിടുത്തെ ഈ അരി ഏകദേശം അതുപോലെ തന്നെയാണ്. കിലോയ്ക്ക് ഇവിടെ 51 രൂപയുള്ളൂ. മറ്റേത് എത്രയായിരുന്നു, 85 90 മറ്റോ അല്ലേ, മറന്നു. പിന്നെ ലുലു വന്നാൽ ഞാൻ സ്ഥിരമായിട്ട് സാലഡ്സ് എന്തെങ്കിലും നോക്കാറുണ്ട്. അത് 2-3 മേടിച്ചു. ഇപ്രാവശ്യം ഞാൻ സ്ഥിരം ഇവിടെ സെയിം സലാഡ്സാണ് മിക്കവാറും ഉണ്ടാവാറ്. അപ്പോൾ ചിക്കൻ തായ് സലാഡും പിന്നെ ഏതായിരുന്നു മേടിച്ചത്, ബ്രോക്കലി ആപ്പിൾ സലാഡാണെന്ന് തോന്നുന്നു, അതും വേറെ മറന്നല്ലോ, മാംഗോ ഇട്ടിട്ടുള്ള ഒരെണ്ണം, അതും മേടിച്ചു. പിന്നെ ഹമ്മസ് ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല, ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഈ ക്യാരറ്റൊക്കെ സ്റ്റിക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഹമ്മസിൽ മുക്കി ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ പരന്നുമണിയുടെ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഇരുന്ന ഒരു സമൂസ പഫ് എന്നെ മാടി വിളിച്ചു. വിഷ്ണു വേറെ എന്തോ ഓർഡർ ചെയ്തപ്പോൾ ഞാനും പറഞ്ഞ് എന്തായാലും ഇന്ന് ചീറ്റ് ഡേ ആക്കാം, അപ്പോൾ ഒരു സമൂസ പഫ് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാൻ പാടാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു സ്വീറ്റ് ടൂത്ത് പേഴ്സണാണ്. മധുരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ചാടും. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം മധുരം കൺട്രോൾ ചെയ്ത് എനിക്ക് ഒരുപാടങ്ങ് മധുരം കഴിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് അവിടുന്ന് അറ്റത്തു നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൺട്രോളിലാണ്. ഇനി അടുത്ത ആഴ്ച ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തായാലും കഴിക്കും. അപ്പോൾ ഇപ്പോൾ കൺട്രോൾ ചെയ്യുക എന്ന് വിചാരിച്ച്. പിന്നെ 12:30 ആവാറായിരുന്നു, 12 മണി ആവാറായിരുന്നു തോന്നുന്നു. നല്ല വിശന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച സ്നാക്ക് അവിടെ നിന്ന് തന്നെ കഴിച്ച്. പിന്നെ വേഗം ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞാൻ രാവിലെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചോറും കറിയും ഒക്കെ ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് വെക്കൽ നടക്കില്ല എന്നുള്ളത് കൊണ്ട് വന്നിട്ട് മീൻ മാത്രം പൊരിച്ചാൽ മതിയായിരുന്നു. പിന്നെ ആ മീൻ പൊരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ നമ്മുടെ ഗ്രോസറി എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സലാഡ്സാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഈ സക്കൂറ എന്ന് പറഞ്ഞാൽ ഗാർണിയറിൻ്റെ ആണോ എന്നറിയില്ല. നേരത്തെ ഞാനൊരു ചെറി ബ്ലോസം എന്ന് തന്നെയായിരുന്നു തോന്നുന്നത് അതിൽ എഴുതിയിരിക്കുന്നത്. ഏത് ബ്രാൻഡിനെയാണെന്ന് മറന്നുപോയി. ആ ഒരു ഫേസ് മാസ്ക് ഫേസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു ഗ്ലോ വന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗാർണിയറിൻ്റെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. ട്രിപ്പ് പോകുന്നതിൻ്റെ സൗന്ദര്യം വെപ്പിക്കലേ. പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നട്ട്സ്, അരി, അവല്, അതെന്തായിരുന്നു, കടുക്, വൻപയർ,
പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു സാധനം കിട്ടി, കടച്ചക്ക, ശീമച്ചക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ, എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു ആപ്പിളും, അത് റെഡ് കളർ ഉള്ളിൽ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, അതായിരുന്നു. പിന്നെ ആപ്പിൾ. ഈ ആപ്പിളിൽ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് ഈ പിങ്ക് ലേഡി എന്ന് പറയുന്നത്. അപ്പം അല്ലറ ചില്ലറ സാധനങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മീനായി ഈ സമയം കൊണ്ട് വേഗം കഴിക്കണം. കഴിച്ചിട്ട് നമ്മൾ ഈ തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ടൈലർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോൾ ചെയ്തായിരുന്നു ആ റെയ്മൻ്റെ ഷോപ്പിൽ നിന്ന്. അപ്പം കഴിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ റെയ്മൻ്റെ ഷോപ്പിൽ പോകണം. ഒന്നുമില്ല, മെറ്റീരിയൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അളവെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ കൈയോടെ ആ നേരം കഴിച്ച പാത്രങ്ങളും മീൻ പൊരിച്ചതിൻ്റെ പാത്രവും ചോറിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കൈയോടെ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വന്ന് ഇനി മടിയായി കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കും. പിന്നെ ഉച്ച സമയമായി, ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മൂടലുണ്ടായിരുന്നു, ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിലാണ് നിന്നത്. പിന്നെ പണി കിട്ടി, നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ടൈലറാണെങ്കിൽ ലഞ്ച് കഴിക്കാൻ പോകുവാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച്. ഞങ്ങൾ 20 മിനിറ്റ് കൊണ്ട് എത്തും, 20 മിനിറ്റാണ് നമുക്ക് ശരിക്കും വീട്ടിൽ നിന്ന്, 20 മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞ് പിന്നെ വേഗം എത്തി. അളവൊക്കെ എടുത്ത്, ഈ നീളം കൂടുന്നതാണ് പ്രശ്നം. അപ്പോൾ 18 തോന്നുന്നു അളവ് പറഞ്ഞേക്കുന്ന ലെങ്ത്ത്. അത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് തയ്ച്ച് വരുമ്പോൾ അറിയാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബാറ്റയുടെ ഷോറൂമുണ്ട്. അവിടെ എനിക്ക് ഈ നമ്മുടെ വെള്ള ഷൂ ക്ലീൻ ചെയ്യുന്ന ഒരു ഫോമിങ് സാധനമില്ലേ, പോളിഷ് ചെയ്യുന്നത്, അത് മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കല്ല കേട്ടോ, നിങ്ങളിപ്പം ബാങ്കിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ വരുന്ന വഴി തന്നെ ബാങ്കിൽ പോയിട്ടാണ് വീട്ടിൽ വരുന്നത്. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ വീടിനടുത്താണ് ഈ ടെക് മഹീന്ദ്ര എന്നൊക്കെ പറയുന്ന IT കമ്പനി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നാണ്. ബാങ്കിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം ഒരു വീടിനടുത്ത് തൊട്ടപ്പുറത്തുള്ളൊരു ചായക്കടയാണ്, ഒരു മലയാളി ചായക്കട. അവിടുന്ന് ഒരു പകുതി പഴംപൊരി ഷെയർ ചെയ്ത് കഴിച്ചതാണ്. അതും ചായയൊക്കെ കുടിച്ചിങ്ങ് പോന്നു. പിന്നെ ഇതിപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ കോറിഡോറിൽ കൂടെ അപ്പു, എന്നെ അപർണ എന്നാണല്ലോ എൻ്റെ പേര്, അപ്പോൾ ഷോർട്ടാക്കിയിട്ട് എല്ലാവരും അപ്പു എന്നാണ് വിളിക്കാറ്. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ എൻ്റെ ഒരു അപരനുണ്ട്, അപ്പൂർ പട്ടേൽ. അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പുതിയ സൈക്കിളും കൊണ്ട് നടക്കുന്നതാണ്. നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ സലൂണാണ് കേട്ടോ, ചെറിയൊരു ബ്യൂട്ടി പാർലർ. പക്ഷേ കുഴപ്പമില്ലാത്ത സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് കുറേ കാലമായി ഞാൻ വാക്സ് ചെയ്തിട്ട്, ഈ വേദന പേടിച്ചിട്ടാണ് വാക്സ് ചെയ്യാത്തത്. അപ്പോൾ വാക്സ് ചെയ്തിട്ട് എനിക്ക് റൂട്ട് ടച്ചപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മുടി ഡ്രൈ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇൻവേർട്ടറിൽ അത് എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ കറണ്ട് വരുമ്പോൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാവിലെ കുറച്ച് ഡ്രസ്സ് കട്ടിലയിലോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്, ഉണങ്ങിയത് അയന്നെടുത്തിട്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അത് കയ്യോടെ മടക്കിയാൽ ആ പണി അങ്ങ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് എന്നാൽ അതൊക്കെ അങ്ങ് അവിടെ നിന്ന് മടക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണു അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ ഏതോ ഒരു ഷർട്ടിൻ്റെ ഫിറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പണിയുടെ കൂടെ ഇങ്ങനെ എനിക്കിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പണി ചെയ്യുന്നത് അറിയില്ല, വർത്തമാനത്തിൽ അതങ്ങ് പൊയ്ക്കോളൂല്ലോ. പിന്നെ വേഗം ഇതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് TV എല്ലാം കാണാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ടൈറ്റാൻ്റെ എന്തോ ഒരു സീരീസാണ്, നല്ല സീരീസാണ് കേട്ടോ അത്. ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. പിന്നെ ഒരു കറണ്ട് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ നേരെ പോയി പാർലറിലേക്ക്. കഴിഞ്ഞ ദിവസം തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എണ്ണയെല്ലാം കളഞ്ഞ് കഴിഞ്ഞ്, നാച്ചുറൽ ഓയിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളായിട്ട് ചെയ്യുന്ന ഓയിലാണെങ്കിൽ പ്രശ്നമാണ്. അതെല്ലാം കഴുകി തന്നവർ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കസിൻ മാളുവും അവിടെ ഉണ്ടായിരുന്നു. മാളു ഹെയർ സെറ്റ് ചെയ്യാനല്ല, മുടി മുറിക്കാൻ വന്നായിരുന്നു. മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഹെയർ കളർ റൂട്ട് ടച്ചപ്പാണല്ലോ, അന്നേരം ദേഹത്തോട്ട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെവിയിലൊക്കെ അവരൊരു ക്യാപ്പ് വെച്ച് തരും. ഇപ്പം ആ ക്യാപ്പ് വെച്ചേക്കുമായിരുന്നു. പിന്നെ അവരോരോ പാർട്ടീഷനൊക്കെ ആയിട്ടെടുത്ത് ഹെയർ റൂട്ട് ടച്ചപ്പ് ചെയ്ത് തന്നു. ശ്വാസ്കോഫ് എന്ന് പറയുന്നൊരു ബ്രാൻഡില്ലേ, ആ ബ്രാൻഡിൻ്റെ നാച്ചുറൽ ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ആ ഷെയ്ഡാണ് ഞാൻ എടുക്കാറ്. എൻ്റെ മുടി സ്വതവേ ഒരു ചെമ്പൻ മുടിയാണ്. ഈ ബ്രൗണും കൂടെ ആകുമ്പോൾ കൂടുതൽ ചെമ്പനാകും. ഞാൻ പണ്ട് കളർ അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലോണ്ട് കളറായി പോയായിരുന്നു.
പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. കളർ അടിച്ച ശേഷം എനിക്ക് അങ്ങനെ മുടി പോയി അങ്ങനത്തെ വിഷയമൊന്നും എനിക്ക് വന്നിട്ടില്ല. ആഫ്റ്റർ കെയർ ഒക്കെ അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലത്തൊന്നും ആയിരുന്നു അന്ന് കളർ ചെയ്തത്. മേ ബി അതുകൊണ്ടും കൂടെയൊക്കെ ആയിരിക്കാം. പിന്നെ ഈ കളർ അടിച്ച് കഴിഞ്ഞ് ഒരു 10-35 മിനിറ്റ് വെക്കണമല്ലോ. എനിക്ക് അവിടെ ഇരിക്കാൻ വേറെ പണിയൊന്നും ചെയ്യാനില്ലായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഷവർ ക്യാപ്പ് ഇട്ട് തരുമോ, ഞാൻ വീട്ടിൽ പോയിട്ടൊരു 10-35 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ പോരെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് അവർ ക്യാപ്പൊക്കെ ഇട്ട് തന്ന്. പിന്നെ പാർലറിന് മുമ്പിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പം ഓപ്പോസിറ്റ് നമ്മുടെ ഫ്ലാറ്റാണല്ലോ കാണുക. ഞാൻ വിചാരിച്ചു വെറുതെ കാണാൻ രസമുണ്ട്, എന്നാൽ പിന്നെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കറി മേടിച്ചിട്ടുണ്ടായിരുന്നു ലുലുന്ന്. എന്താ ചിക്കൻ മപ്പാസോ എന്തോ ഒരു കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഒരു പാക്കറ്റ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, ഓർഡർ ചെയ്തത് കഴിഞ്ഞ ദിവസത്തേക്ക് വേണ്ടത്. ഞാനന്നേരം ഒരു ചപ്പാത്തി എനിക്ക് ചുട്ടു. പിന്നെ വിഷ്ണുവും 2 ചപ്പാത്തിയാണ് തോന്നുന്നു കഴിച്ചത്. എൻ്റെ കൂട്ടത്തിൽ സലാഡ്സ് 2-3 മേടിച്ചതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഈ ചിക്കൻ തായ് സലാഡാണ്. അപ്പോൾ ആ സലാഡും എടുത്തു, മേ ബി സാലഡും എടുത്തു. ആ ചിക്കൻ കറിയിലെ ഒരു പീസും ഒരു ചപ്പാത്തി, ഇതായിരുന്നു എൻ്റെ ഡിന്നർ. എൻ്റെ തലയിൽ ആ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോ വളരെ സാഹസികമായി ഞാൻ ഷോട്ട് എടുത്തപ്പോൾ തല കാണുന്നില്ലല്ലേ. തലയിൽ ആ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ക്വിക്കായിട്ട് ഞാൻ ഡിന്നർ കഴിച്ച് വേഗം അവിടെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നേരത്തേക്കും ഏകദേശം 8 മണി ആവാറായിരുന്നു. 8 മണിയാകുമ്പോൾ ചെല്ലണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ കുറച്ചുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി. ബാക്കി ഇതായ ഗ്രോസറി മേടിച്ചതാണ് ഇരിക്കുന്നത്. ഇനി നാളെ എടുത്തു വെക്കലേ നടക്കൂ. മല്ലിയിലയിലും പുതിനയിലയിലും ഞാൻ കുറച്ച് വെള്ളം തളിച്ച് വെച്ചു. ഇനി അത് ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് ക്ലീൻ ചെയ്തെടുത്ത് വെക്കണമെങ്കിൽ ഇന്നിനി സമയമില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീണ്ടും പാർലറിലേക്ക് ചെന്ന് അവർ തലമുടിയെല്ലാം കഴുകി തന്ന്. മനീഷ് എന്നല്ല അവൻ്റെ പേര്, വിട്ടുപോയി. അവൻ്റെ മസാജ് സൂപ്പറാട്ടോ. ഒരു പയ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെന്ന് പറഞ്ഞത്. ഒരു പയ്യനാണ്, അവൻ്റെ മസാജ് സൂപ്പറാണ്. അപ്പോൾ അധികം ഞാൻ വീഡിയോ എടുത്തില്ല. മസാജൊക്കെ നല്ല ആസ്വദിച്ചവിടെ ഇരിക്കുകയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഇത്രയും ജങ്ക് ഇന്ന് കഴിച്ചു എന്നുള്ളൊരു കുറ്റബോധത്തിൻ്റെ പേരിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചുറ്റും നടക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതിലേക്കൂടെ ഒരു 4-5 റൗണ്ടൊക്കെ നടന്ന് തിരിച്ച് വന്നു. പിന്നെ അടുത്ത ആഴ്ചത്തെ ഈ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ദുഷ്ടന്മാരെല്ലാവരും കൂടെ ഐറ്റിനറി ഉണ്ടാക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എവിടെയാ സമയം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിയുമ്പോൾ എനിക്കെന്നെ ഭയങ്കര സ്ട്രെസ്സാണ് അത് ചെയ്ത് തീർക്കുന്നവരെ. പിന്നെ എന്തായാലും വേണ്ടില്ല, ഞാൻ മടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട്. ഒരു 8:45 ആ സമയം. ഞാൻ പോയി എന്തായാലും കുറച്ച് നോക്കാം, ഒരു Day 1, Day 2, Day 3 വരെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. ഇപ്പോൾ ChatGPT ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയല്ലേ. പണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തർ പോയതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനെ എന്തായാലും ഒരു 3-4 ദിവസത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 12 മണിയായി. ശുഭം.